പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 26-ാം തീയതി ഹല്ലേലൂയ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ്ഗീയ പിതാവ് നമുക്കായി തുറന്നു തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. ഓരോ ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്നു. അനർത്ഥങ്ങളെ കർത്താവ് ഒഴിവാക്കി, രോഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി തന്നു. ആമേൻ. ആവശ്യങ്ങളിൽ കർത്താവ് കൂട്ടായിട്ടിരുന്നു. കഴിഞ്ഞൊരു പകൽക്കാലവും ആമേൻ, അല്ലെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂർ അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി ഓർക്കുമ്പോൾ ആ കൈകൾ ഉയർന്നിരിക്കട്ടെ. കർത്താവിനോട് പറയാം, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ കൈ ഉയർത്തി പറയാം, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നും എന്നേക്കുമുള്ളത്. നമ്മുടെ കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന്, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവന്, ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പഴയ നിയമത്തിൽ ദൈവമക്കൾ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അതാത് ദിവസം ആവശ്യമായ അത്ഭുതങ്ങളെ ചെയ്ത്, പാറയിൽ നിന്ന് വെള്ളവും ആകാശത്തു നിന്നും മന്നയും കാടപ്പക്ഷിയും ഒക്കെ കൊടുത്ത് അവരെ നടത്തിയ ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലവും ഞങ്ങളെ അതിലും ശ്രേഷ്ഠമായി, അതിലും അത്ഭുതമായി അവൻ ഇന്നും ഞങ്ങളെ നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ സകല ശത്രുവിൻ്റെ കെണികളിൽ നിന്നും വിടുവിക്കുന്ന ഞങ്ങളുടെ അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല എന്നുള്ള അങ്ങയുടെ തിരുവെഴുത്തിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങയുടെ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 103-ാം സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം. ഓരോരുത്തരുടെ മേൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപ വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങയുടെ അടിപ്പിണരാനുള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രവർത്തിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മൈഗ്രെയിൻ ഹെഡേക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ബാലൻസിൻ്റെ പ്രോബ്ലം, ചെവിക്കകത്തുള്ള ആമേൻ ഫ്ലൂയിഡ് ഇംബാലൻസ് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും തലകറക്കങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിടക്കുമ്പോൾ ഉള്ള തലകറക്കം, എഴുന്നേൽക്കുമ്പോൾ ഉള്ള തലകറക്കം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി സ്റ്റോണുകൾ പൊടിഞ്ഞു പോകട്ടെ, ആ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. UTI ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. കൈകാലുകൾക്കുള്ള തരിപ്പ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. കർത്താവേ, അതുപോലെ ആമേൻ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വഴി തുറന്നു വരട്ടെ. ആമേൻ. നിയമപരമായ ചില കുടുക്കുകളിൽ അകപ്പെട്ട് ആമേൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ദൈവിക മിറക്കിൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. അതുപോലെ കർത്താവേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അവരെ അനുഗ്രഹിക്കണം. പഠിപ്പാൻ വേണ്ടുന്ന ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ടും സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ പ്രത്യേക ഗ്രേസ് കൊടുക്കണം. ആമേൻ. മീറ്റിങ്ങുകൾ അനുഗ്രഹപൂർണ്ണമായി തീരണം. ലോകത്തെമ്പാടും ഒരു റിവൈവൽ സംഭവിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഇന്നലത്തെ നമ്മുടെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹമാക്കി. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 വീണ്ടും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇടവരുത്തും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി അതിൽ പങ്കെടുക്കണം. ആരും തന്നെ അത് മിസ് ചെയ്യില്ല. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. ദൈവകൃപ നമ്മളെ ഓരോരുത്തരെയും പൊതിയുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തന്ന ആലോചന എന്ന് പറയുന്നത് 138 സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കും. ആമേൻ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. 138 സങ്കീർത്തനം ഒരു നന്ദി പ്രകാശനം നടക്കുന്ന സങ്കീർത്തനമാണ്. ദാവീദ് പലതരത്തിലുള്ള യുദ്ധങ്ങളിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ പലരും ദാവീദിനെ ഒറ്റുകൊടുത്തു. പല നിരാശകളുടെയൊക്കെ നടുവിൽ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുക, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, അല്ലെങ്കിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ ആ ഒരു ശക്തി എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇതൊരു മാനുഷിക ശക്തിയല്ല, ഇതൊരു സ്വർഗീയ ശക്തിയാണ്, ദൈവിക ശക്തിയാണ്. പൗലോസ് പുതിയ നിയമത്തിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞാൽ, ഫിലിപ്പിയ ലേഖനം 4:13 പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പറഞ്ഞ ശബ്ദം പോലെ, തൻ്റെ പ്രയാസങ്ങളുടെ നടുവിൽ, തൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ താൻ തളർന്നു പോകാതെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, അല്ലെങ്കിൽ കർത്താവേ എൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു, എന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ഉള്ളിലേക്ക് ദൈവം ബലം പകർന്നു. ആമേൻ. അത് മാനുഷിക പവറല്ല, സ്വർഗീയ പവർ കൊടുത്ത് അനുഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു കഴിവല്ല, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് വലുത്. നമുക്കൊരു കഴിവുണ്ടെന്നല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ അകത്ത് ക്രിസ്തു ഇരിക്കുക. അതാണ് യേശു കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നെ വിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ അവനിൽ വസിക്കുകയും അവൻ നമ്മളിൽ വസിക്കുകയും അവൻ്റെ ആത്മാവ് നമ്മുടെ അകത്തിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമുക്ക് കറേജ്, ശക്തി തരും, നമുക്ക് സമാധാനം തരും, സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത്. നമ്മൾ ഏത് സാഹചര്യത്തിലും നമുക്ക് ആ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് ആമേൻ നിറഞ്ഞു നിൽക്കാൻ കഴിയും. ആമേൻ. പലരും തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ആ റിസോഴ്സിനെ അറിയുന്നില്ല. പലരും നിരാശപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തു എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കില്ല. ദാവീദിൻ്റെ അകത്ത് ക്രിസ്തുവില്ല, പക്ഷെ ദാവീദ് പ്രാർത്ഥിച്ചു. അപ്പോൾ ദാവീദിൻ്റെ ഉള്ളിലേക്ക് ദൈവശക്തി വന്നു. എന്നാൽ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ, പുതിയ നിയമവിശ്വാസിയുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ഇങ്ങനെയാണല്ലോ കൊലോസ്യ ലേഖനം പറഞ്ഞത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മൾ ശക്തന്മാരാണ്. കാരണം ക്രിസ്തു നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ക്രിസ്തു നമ്മളിൽ നിന്ന് ആമേൻ മാറി നിൽക്കുന്ന ഒരു അനുഭവമില്ല. ക്രിസ്തു നമ്മുടെ അകത്ത് എപ്പോഴും നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ ഒരു ബോധ്യമുണ്ടായാൽ മതി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ, ഒരു പ്രയാസത്തിൻ്റെ മുമ്പിൽ, അയ്യോ ഞാൻ തളർന്നു പോകുമോ, ക്ഷീണിച്ചു പോകുമോ എന്നൊരു തോന്നൽ വരുമ്പോൾ അവിടെ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറയണം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു. വെള്ളത്തിൻ്റെ മുകളിൽ നടന്നവൻ, അപ്പത്തെ ആമേൻ 5 അപ്പത്തെ 5000 പേർക്ക് വിഭാഗിച്ചു കൊടുത്തവൻ, വെള്ളത്തെ വീഞ്ഞാക്കിയവൻ എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ തളർന്നു പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അകത്തിരിക്കുന്ന യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം അവൻ കുതിച്ചെഴുന്നേൽക്കുവാൻ ഇടവരും. പലരുടെയും അകത്ത് ആ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം ഉറങ്ങിക്കിടക്കുക. അങ്ങനെയല്ല, നമ്മുടെ അകത്ത് എഴുന്നേൽക്കണം. എങ്ങനെ എഴുന്നേൽക്കും? നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ മറ്റുള്ളവരോട് വിശ്വാസം ഷെയർ ചെയ്യുമ്പോൾ, ആമേൻ, കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യം നമ്മുടെ അകത്ത് വളരുമ്പോൾ നമ്മൾ ആമേൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് ശക്തരായി തീരുവാൻ കഴിയും. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവല്ല, എന്തെങ്കിലും ഒരു ബാഹ്യമായ ഒരു അനുഗ്രഹമല്ല. ക്രൈസ്റ്റ് ലീവ്സ് ഇൻ us. യേശു നമ്മളിൽ വസിക്കുന്നു. അതാണ് അവൻ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും. അതാണ് നമ്മുടെ അനുഭവം. നമ്മൾ രണ്ടായിട്ടല്ല വസിക്കുന്നത്, ക്രിസ്തുവും നമ്മൾ ഒന്നായിട്ടാണ് വസിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ആ ഒരു ബോധ്യമുണ്ടായാൽ മതി. ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറഞ്ഞാൽ മതി, കൈ ഉയർത്തി ഒന്ന് സംസാരിച്ചാൽ മതി, കൈ ഉയർത്തി ഒന്ന് ഡിക്ലെയർ ചെയ്താൽ മതി. നിങ്ങൾ അത്ഭുതമായി മാറും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥന എപ്പോഴും
ഉണ്ടാകണം. പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. കർത്താവേ എൻ്റെ കൂടെ ഇരിക്കണേ 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 എന്നുള്ള പ്രാർത്ഥനയല്ലോ. കർത്താവേ അങ്ങൻ്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകിയാൽ സ്തോത്രം. അങ്ങയുടെ ശക്തി എന്നിലൂടെ ഒഴുകുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ആത്മശക്തി എന്നിൽ പകർന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങളുടെ ലൈഫ് മാറി മാറിയും. പ്രശ്നം വരുമ്പോൾ അയ്യോ പ്രശ്നമായി പോയല്ലോ എന്ന് പറയാതെ അവിടെ നിന്ന് പറയണം, എന്നെ ശക്തനാക്കുന്ന അവൻ ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഐ വിൽ ഓവർകം, ഞാൻ ഇതിനെ ജയിക്കുക തന്നെ ചെയ്യും എന്ന ശബ്ദം നിങ്ങളിൽ നിന്ന് മുഴങ്ങട്ടെ. ദാവീദ് പറഞ്ഞു, ഞാൻ നിലവിളിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? എനിക്ക് ഉത്തരമരളി. എന്നിട്ടോ എന്താ ചെയ്തത്? എൻ്റെ ഉള്ളിൽ അവൻ ബലം നൽകി. ഇന്ന് ആ ബലം നമ്മുടെ അകത്തിരിക്കുമ്പോൾ, അവൻ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുമ്പോൾ ജയാളികളായി ജീവിക്കുക. നിങ്ങളുടെ അകത്ത് മാനുഷിക ശക്തിയല്ല, മാനുഷിക ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി പറ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. വീണ്ടും നാളെ കാണുവോളും യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ നമ്മളെ മറയ്ക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.